ഫേവറേറ്റ് ആയിട്ടുള്ള തൈക്കുടം മെമ്മറീസ് എന്തായിരിക്കും? എല്ലാ മെമ്മറീസ് അങ്ങനെ ഒരു മെമ്മറി പറയാൻ പറ്റില്ല. ഞങ്ങൾ ഫസ്റ്റ് ടൈം US പോയതൊരു നല്ല മെമ്മറി ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോയതും ഫസ്റ്റ് ഷോ നല്ല മെമ്മറി ആയിരുന്നു. കാരണം ഞങ്ങൾ ഈ ബാൻഡായിട്ട് ഒരിക്കലും പ്ലാൻ ചെയ്തല്ല, ഇത് സംഭവിച്ചു പോയതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സാണ്. ഇപ്പോൾ വിയാൻ ആവട്ടെ, വിയാൻ, അനീഷ്, പീയൂഷ്, കൃഷ്ണ സർ, മാധവ് സർ, ഇവരൊക്കെ എൻ്റെ ബോംബെയിലുള്ള ഫ്രണ്ട്സാണ്. അപ്പോൾ ബാക്കി എല്ലാവരും ഗോവിന്ദേട്ടൻ്റെ ഇവിടുത്തെ ഉള്ള ഫ്രണ്ട്സാണ്. അപ്പോൾ അങ്ങനെ ഒരു ടീം ഫോം ആയതാണ്. ഫസ്റ്റ് ഷോ ഞങ്ങൾക്ക് ഭയങ്കര ഒരു, കാരണം കുറേ പ്രാവശ്യം ഞങ്ങൾ എൻക്വയറീസ് വരുമ്പോൾ നേരത്തെ ഒക്കെ ഞങ്ങൾ പറയും, അയ്യോ ഞങ്ങൾ ബാൻഡൊന്നും അല്ല, അത് ആ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്തത്, എല്ലാവരും വേറെ വേറെ ഇതിലാണ് ഫീൽഡിൽ. അല്ലെങ്കിൽ ചില ആൾക്കാർ അവിടെ ബോംബെയിൽ പെർഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ക്ലാസിക്കലായിട്ട് കൃഷ്ണ സാറൊക്കെ പഠിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു എല്ലാവരും. അപ്പോൾ ഷോ ചെയ്യാൻ വേണ്ടി എല്ലാവരും ഇനി വിളിക്കണ്ടേ വേറെ സ്ഥലത്ത് നിന്ന്. അങ്ങനെ കുറേ ഷോസ് ഞങ്ങൾ നോ പറഞ്ഞു, പറ്റില്ല, ഒരു ബുദ്ധിമുട്ടായിരിക്കും, എല്ലാവരും വേറെ സ്ഥലത്തു നിന്നാണ്. പിന്നെ വിചാരിച്ചു ഒരു ഷോ ചെയ്ത് നോക്കാം, ട്രൈ ചെയ്യാം. ആ ഫസ്റ്റ് ഷോ ആണ് ആക്ച്വലി ഇസ് ദ റീസൺ വൈ വി കണ്ടിന്യൂഡ് ലൈക്ക് യു നോ ആസ് എ ബാൻഡ്. കാരണം അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഞാൻ എപ്പോഴും കോളേജിന്റെ പേര് മറന്നു. MES കോളേജ്. താങ്ക് യു ഫോർ റിമൈൻഡിങ്. MES കോളേജ് ആയിരുന്നു. അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞങ്ങൾ കോളേജിന്റെ ഏതോ ഒരു 3rd ഫ്ലോറോ 4th അങ്ങനത്തെ ഒരു ഫ്ലോറിലായിരുന്നു ഞങ്ങളുടെ ഗ്രീൻ റൂം പോലെ സ്ഥലം. ഗ്രീൻ റൂം ആയിരുന്നില്ല, ഒരു ക്ലാസ് റൂം. ആ ക്ലാസ് റൂമിൽ ഞങ്ങളൊക്കെ മാറ്റുന്നു, ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ ഇങ്ങനെ താഴെ ഇങ്ങനെ വരുന്നു നടന്നെല്ലാവരും. അപ്പോൾ താഴെ നടന്നു വരുമ്പോൾ എല്ലാവരും തൈക്കുടം ലൈക്ക് ആ ഒരു ഫീലിംഗ് വാസ് സംതിങ് എൽസ്. അത് ഒരിക്കലും എന്താ പറയാ, അറിയാത്ത ഒത്തിരി പേര് നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു. അതെ, അത് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ നമുക്ക് പാടേണ്ട ആവശ്യം വന്നിട്ടില്ല. ആ ഷോ മൊത്തം ആൾക്കാരാണ് പാടിയത്, എല്ലാ പാട്ടുകളും. അപ്പോൾ അത് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. ഓക്കെ, ഇനിയിപ്പം ഒരു ബാൻഡിന് അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ആരുടെ മ്യൂസിക്കിൽ വർക്ക് ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം? എനിക്ക് ഒബ്വിയസ് ചേട്ടന്റെ കൂടെ തന്നെയാണ്, ഗോവിന്ദേട്ടന്റെ കൂടെ. ഗോവിന്ദേട്ടൻ ഇപ്പം ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗോവിന്ദേട്ടന്റെ കൂടെ തന്നെയാണ്, അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അതെ, തീർച്ചയായിട്ടും. മീൻസ് ഗോവിന്ദേട്ടൻ അല്ലാതെ വേറൊരാളുടെ കൂടെ എന്ന് പറയുമ്പോൾ അങ്ങനെ കുറെ പേരുണ്ട്. അങ്ങനെ ഒബ്വിയസ്ലി AR റഹ്മാൻ സാറൊക്കെ കൂടെ പേർക്ക് പാട്ട് കിട്ടിയാലും. കണ്ടിട്ടുണ്ടോ ആളെ ഇതുവരെ? കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ആക്ച്വലി ഞാൻ ചെന്നൈയിലുള്ള സമയത്ത് ഞാൻ KM കുറച്ച് ദിവസം ഞാൻ പോയിട്ടുണ്ട്. അപ്പോ അതിന്റെ KMന്റെ ഇനോഗ്രേഷൻ ഡേ തന്നെയാണ് എന്റെ ഫസ്റ്റ് ഡേ. ആ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ കയറിയപ്പോ സാർ അവിടെ നിന്ന് വരുന്നുണ്ട്. സാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എവിടെയാണ് ബാക്കി എല്ലാവരും. ഞാൻ സാർ എന്റെ ഫസ്റ്റ് ഡേ ആണ്. അങ്ങനത്തെ ഒരു ഇന്ററാക്ഷൻ നടന്നിട്ടുണ്ട്. സോ യാ, ആക്ട് ചെയ്യണമെങ്കിൽ ആരോട് ആക്ട് ചെയ്യുന്നതായിരിക്കും? ലാലേട്ടന്റെ കൂടെ. ലാലേട്ടൻ, മമ്മൂക്ക, എല്ലാവരുടെ കൂടെ. അയ്യോ, എനിക്ക് ഒബ്വിയസ്ലി ബിഗ് ടൈം ഫാനാണ്. ലാലേട്ടന്റെ ഏറ്റവും ഫേവറേറ്റ് മൂവി ഏതായിരിക്കും? അയ്യോ, ഒരെണ്ണം പറയാൻ പറ്റില്ല. റീസെന്റ് കണ്ടത് തുടരുമാണ് റീസെന്റ് കണ്ട ഫേവറേറ്റ്. വെരി ഹാപ്പി. കുറെ പ്രാവശ്യം കണ്ട്. അതെ, തിയേറ്ററിലും കണ്ടു, വീട്ടിലും കണ്ടു. സോ യാ, അങ്ങനെ. അപ്പം കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ വൈൻഡപ്പ് ചെയ്യാണ്. അതെ, ഫൈനലി മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം വീണ്ടും കാണാം. അതിന് മുമ്പ് ഒരു പാട്ടും കൂടെ പാടിയിട്ട് നിർത്താം. എല്ലാരും ആവശ്യപ്പെടുന്ന മറ്റപ്പാടായിരിക്കും, അയലമത്തി. പിടഞ്ഞെന്റെ നിന്നു പൊന്നെ, ഇടഞ്ഞെന്നെ കൊല്ലും കണ്ണേ, എല്ലാരും ചൊല്ലുന്നേ പുല്ലാപ്പാണെന്നേ, വെള്ളാരം തുള്ളും നെയ്യോ, അതിനുള്ളേ തള്ളും നെയ്യോ, കടലേഴും താണ്ടിച്ചെന്നാൽ നിറയും കനവിൻ കയ്യിൽ, അയിലമത്തി ചൂരകാരി കണവ കിളിമി കൂരി കരിമിൻ ഒറ്റവാള് പ്രാള് ചെറുകി കൈക്കൂരാനത്തോരി. അടിപൊളി. തന്നെ പഠിക്കാനൊക്കെ ഞാൻ കുറെ ബുദ്ധിമുട്ടിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ വിട്ടു. നമ്മുടെ സോങ് മലയാളം ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആരായിരിക്കും സിംഗേഴ്സിൽ? എല്ലാവരും ഫ്രണ്ട്സ് ആണ്. ലൈക്ക് അഞ്ജു ജോസഫ് ഇസ് എ വെരി ഗുഡ് ഫ്രണ്ട്. അഞ്ജു എന്റെ കൂടെ കുറെ പെർഫോം ചെയ്തിട്ടുണ്ട്. നിത്യ മാമൻ, ഹരിശങ്കർ, സൂരജേട്ടൻ, എല്ലാവരും. ബിക്കോസ് വി കീപ് മീറ്റിംഗ്. ആനാമി, ഇവരുടെ കൂടെ ഒക്കെ നമ്മൾ ഷോ ചെയ്ത കാരണം എല്ലാവരും. നിരൻ സുരേഷ് ഉണ്ട്, വിജു ചേട്ടനുണ്ട്, കുറെ പേര്. ലൈക്ക് ഐ മേ ഫോർഗെറ്റ് ഫ്യൂ നെയിംസ് നൗ, പക്ഷേ ഐ തിങ്ക് എവ്രി വൺ. ബിക്കോസ് ഞാൻ ബിക്കോസ് ഞാൻ ബോംബെ ഉള്ളൊരു ആളായ കാരണം എനിക്ക് ഇവിടെ സ്കൂൾ ഫ്രണ്ട്സും
കോളേജ് ഫ്രണ്ട്സും അങ്ങനൊന്നും ഇല്ല. എൻ്റെ ഉള്ള ഫ്രണ്ട്സ് എല്ലാ സെലിബ്രിറ്റി ഫ്രണ്ട്സാണ്. അപ്പോൾ റാപ്പ് സിംഗിങ് ഇഷ്ടമല്ല, റാപ്പ് അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല? ഇല്ല. എനിക്ക് റാപ്പ് സിംഗിങ് ഭയങ്കര കേൾക്കാം, വേടനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറെ പേര് എല്ലാരും അടിപൊളിയാണ്, അല്ല എല്ലാരും ലൈക്ക് എല്ലാരും അവരവരുടെ ഒരു ഇതില് അടിപൊളിയാണ്, സൂപ്പറാണ്. പക്ഷെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അറിവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെ. അപ്പൊ വേടന്റെ പാട്ടുകൾ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതായിരിക്കും? വോയിസ് ഓഫ് ദ വോയിസസ് ഫസ്റ്റ് ഇറക്കിയില്ല, അത് ഭയങ്കരമായിട്ട് എനിക്ക്. പിന്നെ മഞ്ഞുമലിന്റെ പാട്ടും ഭയങ്കര അടിപൊളിയാണ്. അതൊക്കെയാണ്. ട്രൈ ചെയ്തിട്ടില്ല അല്ലേ? ട്രൈ ചെയ്യണ്ട, ഇനി പറയല്ലേ, ഞാൻ പാടിയ ശരിയാവില്ല. അല്ല മീൻസ് മഞ്ഞുമൽ ബോയ്സിന്റെ എല്ലാരും പാടൂല ആ പാട്ട്? എല്ലാരും പാട്ട് അത് വേണ്ട, ഇല്ല പാടൂല. ഇല്ല, കള്ളം ഒന്നും പറയില്ലടാ, തന്ത്രം ഒന്നും പറയില്ലടാ, കുടി അത്ര എനിക്ക് ലിറിക്സ് അറിയില്ല എന്നുള്ളത്. ഓക്കെ ഓക്കെ. അപ്പം റാപ്പ് സിംഗ് ട്രൈ ചെയ്യും. റാപ്പിന് എല്ലാരും ഇഷ്ടപ്പെടുന്നു. റാപ്പ് ട്രൈ ആണല്ലേ? ട്രൈ ചെയ്യാം. ശരി, അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാം. ഗോവിന്ദേട്ടന്റെ കൂടെ ഇനി പ്രൊജക്ട് എന്തെങ്കിലും വരുന്നുണ്ടോ? അറിയില്ല. ഗോവിന്ദേട്ടൻ തമിഴാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോ ഹോപ്പ്ഫുള്ളി പെട്ടെന്ന് തന്നെ ഒരു പാട്ടുണ്ടാവും. ഇത് കണ്ടിട്ടെങ്കിലും ഒരു പാട്ടായിട്ട് വരട്ടെ എന്നുള്ളതാണ്. അപ്പൊ ഈ അവസരത്തിൽ ഗോവിന്ദേട്ടനോട് എന്താ പറയാനുള്ളത്? ഇൻ കേസ് ഈ ഇന്റർവ്യൂ ഗോവിന്ദേട്ടൻ കണ്ടാൽ അല്ലെങ്കിൽ അയച്ചു കൊടുക്കണം കേട്ടോ, അപ്പൊ എന്താ പറയാനുള്ളത് ഗോവിന്ദേട്ടനോട്? ഗോവിന്ദേട്ടാ അടുത്ത 96 പാടിപ്പിക്കും. പാട്ടു വരുന്നുണ്ടല്ലോ എന്തായാലും ആണല്ലേ? യെസ്. അപ്പൊ അതില് പാടിപ്പിക്കോ, ഒരവസരം തരുമോ? അതിനായിട്ട് ഞങ്ങളും അങ്ങനെ ഒരു നല്ല തിരിച്ച് നിങ്ങളുടെ ഒരു കൂട്ടായ്മ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പൊ മ്യൂസിക് സിംഗേഴ്സിനൊക്കെ മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ ഒത്തിരി അംഗീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ കാണുമ്പോ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്, ഡെഫിനറ്റ്ലി. ലൈക്ക് ഇനി കുറെ പേര് ലൈക്ക് എത്ര യങ്സ്റ്റേഴ്സ് ആണ് ഇപ്പോ, അടിപൊളി സുഷിനാവട്ടെ, എവ്രി വൺ ലൈക്ക് ദേ ആർ സോ ഗുഡ്. സോ വെരി ഹാപ്പി ദാറ്റ് ഇപ്പോ എല്ലാവരും ഇങ്ങനെ പുതിയത് എക്സ്പെരിമെന്റ് ചെയ്യാൻ റെഡിയാണ്. അതെ, ഈവൻ ഡയറക്ടേഴ്സ് ആൻഡ് ഈവൻ ദ പ്രൊഡ്യൂസേഴ്സ് ആർ റെഡി. അല്ലെങ്കിൽ എനിക്കറിയില്ല, ഞാൻ അത്ര പറയാനൊന്നും ആയിട്ടില്ല. പക്ഷെ മേ ബി ഒരു ഫിക്സ്ഡ് ഒരു ആൾക്കാരുണ്ടായിരുന്നു, ഇവര് മാത്രമാണ് മ്യൂസിക് ഡയറക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ. പക്ഷെ ഇപ്പോൾ എല്ലാ പടത്തിൽ കാണുമ്പോൾ ഡിഫറെന്റ് ആൾക്കാരാണ് ബീയിങ് ആസ് എ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ which is good. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.